ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മധുരയിൽ നിന്നും മാരേജ് ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ മാരേജ് എല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഒരു മധുരയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു അമ്പലമായിരുന്നു, ടെമ്പിൾ. ഞങ്ങളവിടെ പോയി. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ, താമരക്കുളം ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. നമ്മൾ ചെരുപ്പെല്ലാം ഊരി അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കടക്കാൻ പറ്റത്തില്ല, എന്നാൽ നമുക്ക് അവിടെ നിന്ന് കാണാം. നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതാ താമരക്കുളം. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കാഴ്ച കണ്ട ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. എല്ലാവരും ആ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അവിടെ നല്ലൊരു അമ്പലക്കുളവും അതിമനോഹരമായ ഒരു അമ്പലവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അയ്യനാർ ടെമ്പിൾ, അത് അയ്യനാർ കോവിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് അമ്പലക്കുളം. ആ കുളത്തിൽ നല്ല ഫിഷുകളെല്ലാം ഉണ്ട്, ഒത്തിരി ഫിഷുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അമ്പലത്തോട് ചേർന്ന് വലിയ ഒരു മലയാണ് കേട്ടോ. അവിടെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി മുകളിലോട്ട് കയറി ചെല്ലാവുന്ന പോലെ ഒരു ഹിമാലയ പർവ്വതം പോലെ തന്നെ കിടക്കുന്ന വലിയൊരു മലയാണ്. അവിടെ ടൂറിസ്റ്റ് പോലെ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ മലയുടെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമാണ് കാണാൻ. പക്ഷേ എനിക്ക് അത്രയും കയറി കാണാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് കയറിയപ്പോൾ എനിക്ക് പിന്നെ കയറാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ കയറിയില്ല. ഞാൻ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ അവരുടെ രീതിയിലുള്ള ഭക്തി മാർഗങ്ങളെല്ലാം സ്വീകരിച്ച് ഒത്തിരി ആളുകൾ അവിടെ തൊഴാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ ചുറ്റും നിന്നത് തന്നെ. ഇതാണ് ഈ മല. ഈ ഒരു വലിയൊരു മല കേട്ടോ. അവിടെ കൈവേലി പോലെ ഇങ്ങനെ നമുക്ക് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ മലയുടെ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ. ബാക്കി എൻ്റെ ഒപ്പം വന്നവരൊക്കെ നേരത്തെ കയറി അങ്ങ് പോയി. എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പതുക്കെ പോയത്. അവരെല്ലാവരും മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് കയറിപ്പോയി. കണ്ടോ, നമുക്ക് വീഡിയോ അങ്ങനെ അധികം പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര കാറ്റും നല്ല നടന്നു പോകുന്ന നല്ല രസമാണ്. ഞാൻ പതുക്കെ പിടിച്ച് ഞാൻ ഒരു സ്റ്റെപ്പുള്ളവരെ ഞാൻ കയറി. പിന്നെ എനിക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അത് കാരണം അവിടെ കുറച്ച് നേരം ഇരുന്നു. ഞാൻ കയറുന്നത് കാണുന്നത്. ഞാൻ പിടിച്ച് കയറുന്നത് കാരണം എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല മൗണ്ടനിങ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പതുക്കെ കയറി അവിടുത്തെ സീനറികളെല്ലാം പിടിച്ചത്. അവിടെ നിന്ന് നമ്മൾ അങ്ങ് സ്ഥലത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര കാറ്റ് കണ്ട. എൻ്റെ ഹെയറെല്ലാം വന്ന് മുഖത്തൊക്കെ അടിച്ചു തുടങ്ങിയതേ. മുകൾ ഭാഗം ഞാൻ കുറേ ഭാഗം ഞാനൊരു 3/4 ഭാഗത്തോളം കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ കയറിയിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന്. എൻ്റെ ഒപ്പം വന്നവർ മുകളിലോട്ട് കയറി. പിന്നെ കയറാണ്ടിരുന്നവരും താഴെ ഇരിപ്പുണ്ട്, ലേഡീസ്. അപ്പോൾ ആ ലേഡീസിൽ ഞാനൊരു 3/4 ഭാഗം കയറിയ ഒരു ലേഡിയാണ് ഞാൻ. അപ്പോൾ ഞാൻ കയറി അവിടെ ഇരുന്ന് എല്ലാ വീഡിയോകൾ ഇങ്ങനെ അവിടെ ചുറ്റും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ഹലോ, കാറ്റ് ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മളവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലിങ്ങുമാണ് നമുക്ക്. പിന്നെ ഞാൻ കുറച്ച് നേരം അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാം മല ഇറങ്ങി തിരിച്ചു വന്നു. അപ്പോൾ കുറച്ച് ഇരുട്ടിയൊക്കെ തുടങ്ങി. കണ്ട എല്ലാവരും അവരൊക്കെ ഇറങ്ങി വന്ന്. അപ്പോൾ ഞാൻ അവർക്കും ടാറ്റ കൊടുത്തിട്ട് അവരിറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. കാരണം എനിക്ക് അവരുടെ ഒപ്പം സ്പീഡിൽ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ പതുക്കെ അവരുടെ ഒപ്പം ഇറങ്ങി തിരിച്ച് വന്നു, അമ്പലത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവരൊക്കെ പറയണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനെന്ന് അതിൻ്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ. പക്ഷേ ഞാൻ കയറിയില്ല. അപ്പോൾ
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ കുഞ്ഞാപ്പൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെയൊക്കെ അവളവിടെ ഓടിച്ചാടി നടക്കുകയാണ്. ഇടയ്ക്കൊരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവസാനം വന്ന് ഇരുന്ന് എല്ലാവരും അവിടെ റെസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഫോൾ സെൽഫിയും. അപ്പോൾ എല്ലാവരും തിരിച്ച് വന്ന് ഇരിപ്പായി. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും